നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ പേരൻസിന്റെ ഒരു കേസിലോട്ട് വരാം. സ്റ്റുഡൻസ് ഉള്ള എല്ലാ വീട്ടിലത്തെ പേരൻസിനും ടെൻഷൻ ഉണ്ട്, പ്രത്യേകിച്ച് +2 പഠിക്കുന്ന കുട്ടികളുള്ള വീട്ടിലത്തെ പേരൻസിന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പുതിയ കരിയറിലോട്ട് ജമ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഇത് ഒരു വീട്ടിൽ മാത്രമല്ല, ഏകദേശം എല്ലാ വീട്ടിലും ഈ സെയിം സിനാരിയോ ആണ് ഉള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. കുട്ടികളുടെ കേസിലോട്ട് വരാനാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ മേ ബി അവരുടെ ഫ്രണ്ട്സ് പറയുന്നതായിരിക്കും അവരൊരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് എടുക്കുക. മേ ബി അവരുടെ കസിൻസ് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഫ്രണ്ട്സിന്റെ കൂടെ എവിടെയെങ്കിലും പോയി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഇത് നേരെ പേരൻസിന്റെ കേസിലോട്ട് വന്നാൽ മേ ബി അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ കൊളീഗ്സ് പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ പറഞ്ഞതായിരിക്കും. കൂടുതൽ സമയങ്ങളിലും ഇത് രണ്ടും കൂടെ വരുന്ന സമയത്ത് കുറച്ച് പ്രശ്നമാവാറുണ്ട്. പല കേസും നമുക്ക് നമ്മുടെ മുന്നിൽ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഞങ്ങളുടെ ഒരു ഹാക്ക് ഉണ്ട്. ആക്ച്വലി ഞങ്ങൾ ചെയ്യുന്ന ഒരു ഹാക്ക് ഉണ്ട്. ഈ ഹാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൗൺസിലിംഗ് സെഷനിലോട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളെയും കൂടെ ഇരുത്തും, അതേപോലെ തന്നെ പേരൻസിനെയും ഒരുമിച്ച് ഇരുത്തും. അപ്പോൾ കുട്ടികൾക്ക് പറയാനുള്ളത് കുട്ടികൾ പറയും, പേരൻസ് പറയാനുള്ളതൊക്കെ പേരൻസ് പറയും. പേരൻസ് പറയുന്നത് കുട്ടികൾ പറയുന്നത് രണ്ടുപേരും കേൾക്കുന്നതാണ്. അപ്പൊ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും ഇവർക്ക് എന്തായിരിക്കും ഇനി വേണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ. മേ ബി ചിലപ്പോൾ പേരൻസ് പറയുന്നതായിരിക്കും ശരി, ചിലപ്പോൾ കുട്ടികൾ പറയുന്നതായിരിക്കും ശരി, ചിലപ്പോൾ രണ്ടുപേര് പറയുന്നതും ശരി ആയിക്കോളണമെന്നില്ല. അപ്പോൾ നമ്മളൊരു പ്രോപ്പർ ക്ലാരിറ്റി കൊടുക്കും, അവർക്ക് വേണ്ടത് എന്താണ് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി അവർക്ക് കുട്ടികളാണെങ്കിൽ കുട്ടികളെ പറഞ്ഞ് കറക്റ്റ് പ്രോപ്പർ ഒരു പ്രൊസീജിയർ വഴി നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. പേരൻസിനാണെങ്കിൽ പേരൻസിന് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളൊരു കൗൺസിലിംഗ് സെഷൻ കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ഒരു 100% ക്ലാരിറ്റി കിട്ടും. ഈ ഒരു ക്ലാരിറ്റി കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്കുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേരന്റ് ഡെഫിനറ്റ്ലി വേറൊരു പേരന്റിനെ നമ്മൾ സജസ്റ്റ് ചെയ്യും. ആ പേരന്റിനെ കുട്ടി വീണ്ടും വരും, ഈ ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടുന്നു.